നമസ്കാരം. ഒരു എക്സ്പീരിയൻസിലൂടെ തൻ്റെ ലൈഫിന്റെ ഡ്രീം എന്താന്ന് തിരിച്ചറിഞ്ഞ് അതിനായി പ്രയത്നിച്ച് പിന്നെ തൻ്റെതായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരം. യെസ്, സ്റ്റാർട്ടിംഗ് അപ്പ് ആൻ ഓൺ കമ്പനി, then leading to a group of companies. I'm talking about Desert Rose Tourism LLC. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡെസേർട്ട് റോസ് ടൂറിസം LLCയുടെ ആദരണീയനായ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അൻഷാർ ആണ്. വെൽക്കം ടു ദി ഷോ. ഒരു ലാൻഡ് ക്രൂയിസർ വാങ്ങിച്ചിട്ട് പിന്നെ അതിനുശേഷം ഒരു സ്ഥാപനത്തിലേക്ക് എത്തുക ഫ്രം 2011 ഇപ്പോൾ നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ താങ്കൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, പല കാര്യങ്ങളുണ്ടാവും, എന്നാലും ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് എനിക്കിപ്പോൾ ഞാനൊരു ലാൻഡ് ക്രൂസർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ അബുദാബിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി എന്ന് തന്നെ പറയാൻ പറ്റും ഡെസേർട്ട് റോസ്. ഓൾ കൈൻഡ് ഓഫ് ഫ്ലീറ്റ്സും അണ്ടർ ഓഫ് ഡെസേർട്ട് റോസിന്റെ ഇതിലുണ്ട്. ഇപ്പോൾ ക്യാമ്പ് തന്നെ ഈ ക്യാമ്പ് ഡെസേർട്ട് റോസിന്റെ ക്യാമ്പ് 1000 പീപ്പിൾ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാമ്പാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ക്യാമ്പല്ല, ഞങ്ങൾ ഒരു റിസോർട്ട് പോലെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് അത് ഓവർ ആയിരിക്കും. അതിൽ ഓൾമോസ്റ്റ് 25 റൂംസുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഈ സ്റ്റാർട്ടിങ് ഫ്രം ലാൻഡ് ക്രൂസർ എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഡെസേർട്ട് സഫാരി എക്സ്പീരിയൻസിൽ നിന്നും ഒരു ഫ്രീലാൻസർ, ഒരു ലാൻഡ് ക്രൂയിസർ, ഒരു ഫ്രീലാൻസർ, പിന്നെ ഒരു കമ്പനി ഓണർ, പിന്നെ ബ്രാഞ്ചിങ് ഔട്ട്. ബ്രില്യന്റ്. ഓൾ റൈറ്റ്. ഈ നെയിം മാറ്റണം എന്ന് തോന്നിയില്ല? ഇല്ല, ഡെസേർട്ട് റോസ് ഓൾറെഡി മാർക്കറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ് ഡെസേർട്ട് റോസ്. And the name is established already. Okay. And താങ്കൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ചസിലൊന്നും എന്തായിരുന്നു? എനിക്ക് ഫേസ് ചെയ്ത ചാലഞ്ച് ഓവർകം ചെയ്യാൻ പറയണമെങ്കിൽ ഓഫ് കോഴ്സ് കോവിഡ് ആണ് വൺ ഓഫ് ദി എഫക്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളെ ഈ DMCക്ക്, ഈ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനിക്ക് ഏറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കോവിഡ് ആയിരുന്നു. മറ്റു എല്ലാ ബിസിനസ് അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു 40 അല്ലെങ്കിൽ 60% ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളൂ. ഇതൊരു 100% ആണ് ടൂറിസത്തിന് എഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോ അത് തരണം ചെയ്യാമെന്നുള്ളൊരു ധൈര്യം. ഈ കോവിഡ് വന്നപ്പോ ഇതൊരു കമ്പനിയാണ്, ഡെസേർട്ട് റോസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഇതിനെയാട്ടിയും പല രാജ്യങ്ങളും, ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതിന്റെ മുന്നിലൊക്കെ വിറച്ചുപോയി. തീർച്ചയായിട്ടും അല്ലെ, ചൈന ഒരു ഒറ്റ പാൻഡമിക് വന്നത് കൂടെ. അപ്പോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ രാജ്യങ്ങളൊക്കെ ഈ കോവിഡിന്റെ മുന്നിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ട് റോസ് വളരെ എന്താ പറയാ ഒരു സീറോ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊന്നും കൊടുന്ന ആളല്ല അല്ലെ, എന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള അവരെ സംരക്ഷിക്കുക, അത് മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്തത് ഡ്യൂറിങ് കോവിഡ് ടൈമിൽ. ഒപ്പം നിൽക്കുന്ന സ്റ്റാഫിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം എൻ്റെ എന്നുള്ളത്. ആ ഒരു ടൈമിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്നുകൂടി, പിന്നെ മാത്രമല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ അത് ഈ കോവിഡ് കാലത്ത് വന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്യാൻ പോലും എനിക്ക് ടൈം കിട്ടി. ഓക്കെ, സൂപ്പർബ്, നൈസ്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞല്ലോ, ഐ കൻ പ്രൗഡ്ലി സേ ഡെസേർട്ട് റോസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സിഗ്നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് വുഡ് യു സേ? ഞങ്ങളുടെ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ ഞങ്ങൾ സർവീസ് എന്ന് തന്നെ പറയേണ്ടി വരും. സർവീസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക്. ഓക്കെ. എനിക്ക് പേഴ്സണലി നോട്ടീസ് ചെയ്തത് സേഫ്റ്റിയും കൂടിയാണ്. ഭയങ്കര പ്രയോറിറ്റി ആണ്. 2016 മുതൽ 2024 വരെ ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ടു UAE അവാർഡ് വിന്നറാണ് ഞങ്ങൾ ഫ്രം ട്രിപ്പ് അഡ്വൈസർ. സൂപ്പർബ്. ആൻഡ് അതിൽ ഏറ്റവും നമുക്ക് മോട്ടിവേഷണൽ ആയിട്ട് തോന്നുന്നത് ക്ലയൻസിന്റെ ഫീഡ്ബാക്ക് ആണ്. തീർച്ചയായിട്ടും, കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വരുന്ന എല്ലാ ക്ലയന്റിന്റെയും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാറുണ്ട്. See, there's a feedback, we can improve the service, we can provide the best service to customer. ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഞങ്ങൾ
ഇപ്പോൾ ഒരു ടൈം വിസിറ്റ് ചെയ്തു ക്യാമ്പിലേക്ക്, സെക്കൻഡ് ടൈം വരികയാണെങ്കിൽ അത് ബെറ്റർതായിട്ട് എൻഷുർ ചെയ്യും ഞങ്ങൾ. അവർക്കും ഫീൽ അവർക്കും ഫീൽ ചെയ്യണം, ബെറ്റർതായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് അവരുടെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം തന്നെ ദേ ഷുഡ് ഫീൽ better than last time. ഓക്കെ. ഇതിപ്പോ ഒരു പ്രീമിയം ക്യാമ്പ് ഫെസിലിറ്റി ആണല്ലോ. ഇതിന്റെ നാമം തന്നെ വളരെ വളരെ യുണീക്ക് ആണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഡെസേർട്ട് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഡെസേർട്ട് റോസ് എന്ന് വെച്ചാൽ അറബില് വർദ്ധത്തൽ സഹറ എന്നാണ്. ഓ, അതേ അത് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ആണ്. വർദ്ധത്തൽ സഹറ എന്ന് വെച്ചാൽ ഡെസേർട്ട് റോസ്. സൂപ്പർ, ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ. അപ്പൊ ആ നാമത്തെ അങ്ങ് അറബിക്കാക്കി. ഓക്കെ. ആൻഡ് ഇതിൽ ഓരോ ഐഡിയാസും ഇൻപുട്ടും താങ്കളും താങ്കളുടെ ടീമും ചെയ്തതാണ്? തീർച്ചയായിട്ടും. എന്നെ കൊണ്ട് ഒരാൾക്ക് ഇത് മാത്രം പറ്റില്ലല്ലോ. എന്റെ ഒരു വലിയൊരു ടീം എന്റെ ബാക്കിലുണ്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ അവര് കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ കോവിഡ് വന്നിട്ട് പോലും അതിൽ 99% സ്റ്റാഫും ഇപ്പോഴും ഞങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എവിടെയും പോവാണ്ട്. അതാണ് ഈ കമ്പനിയുടെ സ്ട്രെങ്ത്. ആ ലോയൽറ്റി, ആ ആത്മാർത്ഥത തന്നെയാണ്. തീർച്ചയായിട്ടും ആ ലോയൽറ്റി തന്നെയാണ്. അത് തന്നെയാണ് യാത്രയിൽ മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ പ്രചോദനം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.